സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ എണ്ണി പറഞ്ഞ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ആർദ്രം, ലൈഫ്, ഹരിത കേരളം തുടങ്ങിയ മിഷനുകൾ വിജയകരമായി മുന്നോട്ടു പോകുന്നുവെന്നും ജനങ്ങളുടെ നന്മ മുന്നിൽ കണ്ട് നൽകിയ വാഗ്ദാനം നിറവേറ്റുന്ന ആദ്യ സർക്കാരാണ് ഇതെന്നും ഗവർണർ പറഞ്ഞു. രോഗപ്രതിരോധം, സുരക്ഷ, ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം എന്നീ മേഖലകളിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ വിജയിച്ചുവെന്നും ജസ്റ്റിസ് പി സദാശിവം പറഞ്ഞു. LDF സർക്കാർ അധികാരത്തിലെത്തി 1000 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ജനങ്ങളുടെ സുരക്ഷയ്ക്കും നാടിന്റെ വികസനത്തിനും സർക്കാർ സ്വീകരിച്ച നടപടികളെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. കേരള ജനതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന ആദ്യ സർക്കാരാണിതെന്നും സർക്കാർ മുന്നോട്ട് വെച്ച മിഷനുകളെല്ലാം വൻ വിജയമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ, ആരോഗ്യ, പിന്നാക്ക മേഖലകളിൽ നേട്ടം കൈവരിച്ചു. ഇതിനുദാഹരണമാണ് പകർച്ചവ്യാധികൾ തടഞ്ഞതും ആരോഗ്യ മേഖലയിൽ പുതിയ തസ്തികൾ സൃഷ്ടിച്ചും പട്ടികജാതി ഗോത്രവർഗ്ഗക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി ഗോത്രബന്ധു പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയതും കൂടാതെ കേന്ദ്ര ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കിയതും സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും ജനമൈത്രി സ്റ്റേഷനുകളാക്കി സേനയിൽ 15% വനിതകളെ ഉൾപ്പെടുത്തി 4 പുതിയ വനിതാ സ്റ്റേഷനുകൾ നിർമ്മിക്കുവാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെയും ഗവർണർ അഭിനന്ദിച്ചു. Kerala is proud of the fisher folk community who did not hesitate to jump into flood waters with their boats to rescue thousands of precious lives during the recent floods. Fishermen welfare is the utmost importance to my government. Special trust will be given to equip fishing vessels with life-saving equipment and satellite-based navigation, and to establish weather forecasting system, master control rooms in all coastal districts. As promised to fishermen community, a state-of-the-art housing complex has been completed in Muttattara of Thiruvananthapuram district for fishermen rehabilitation. തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും ഇരിപ്പിടവും നൽകി ക്ഷേമ പെൻഷന് പ്രത്യേക കമ്പനി നിർമ്മിച്ച സർക്കാർ 170 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. ഈ വർഷം 200 എണ്ണം കൂടി ഇത്തരത്തിൽ ഉയർത്തുമെന്നതിനെയും സർക്കാരിന്റെ നേട്ടമായി ഗവർണർ പരാമർശിച്ചു. പുനർജനി പദ്ധതിയിലൂടെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകി. കൂടാതെ ദേവസ്വം ബോർഡിൽ പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയതും സഹകരണ മേഖലയിൽ കേരള ബാങ്ക് സ്ഥാപിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചതും സർക്കാരിന്റെ അഭിമാന നേട്ടമാണ്. പ്രവാസി മേഖലയിൽ മലയാളികൾക്കായി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള തീരുമാനത്തിലുമാണ് സർക്കാർ. ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയും വാണിജ്യ വ്യവസായ രംഗത്ത് കേരള വ്യവസായ വാണിജ്യ നയം പ്രഖ്യാപിച്ചും സർക്കാർ മുന്നോട്ട് കുതിക്കുകയാണെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമായി പരാമർശിച്ചു. നിയമസഭയിൽ നിന്നും റിനു ശ്രീധർ. പ്രശസ്ത സിനിമാ സംവിധായകൻ പ്രിയനന്ദനു നേരെ സംഘപരിവാർ അക്രമം. തൃശൂർ വല്ലച്ചിറയിലെ വീടിനടുത്ത് വെച്ച് തലയിൽ ചാണകവെള്ളം ഒഴിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. ചെവിക്ക് പരിക്കേറ്റ പ്രിയനന്ദനൻ ചികിത്സ തേടി. രാവിലെ 9 മണിയോടെ വീടിനടുത്ത് കാത്തിരുന്ന അക്രമി പ്രിയനന്ദന്റെ പെന്നിൽ നിന്നും ചാണകവെള്ളം ഒഴിക്കുകയായിരുന്നു. പിന്നാലെ മുഖത്തും തലയിലും മർദ്ദിക്കുകയും ചെയ്തു. ഇതൊരു തുടക്കം മാത്രമാണെന്നും പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും അക്രമി പറഞ്ഞതായി പ്രിയനന്ദൻ പറഞ്ഞു. ആൾ വളരെ കാര്യമായിട്ടുണ്ടാക്കുന്ന RSS പ്രവർത്തകനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നത് ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത് ചെയ്യുന്നൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കൈ കാല് വെട്ടും, നിങ്ങൾ പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ തൃശ്ശൂർക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാണ് അവർ ഭീഷണിപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചെവിക്ക് സാരമായി പരിക്കേറ്റ പ്രിയനന്ദൻ ചേർപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. നേരത്തെ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലിട്ട കുറിപ്പ് വിവാദമായതിനെ തുടർന്ന് അദ്ദേഹം പിൻവലിച്ചിരുന്നു. അയ്യപ്പനെ അധിക്ഷേപിച്ചു എന്നാരോപിച്ച് BJP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രിയനന്ദന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയും പരസ്യമായി ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ആസൂത്രിതമായ അക്രമമാണ് തനിക്കുനേരെ നടന്നതെന്നും നേരത്തെ BJP നേതാവ് ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ തന്നെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും സാഹിത്യ അക്കാദമിയിൽ കയറ്റില്ലെന്നും ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അക്രമത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ഏതാനും നാളുകളായി ഫേസ്ബുക്കിലൂടെയും മറ്റു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്രിയനന്ദന് നേരെ സംഘപരിവാറിന്റെ കൊലവിളി തുടരുന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തെ അപായപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകുന്നത്. വല്ലച്ചിറ സ്വദേശിയും തൃശൂർ ജില്ലയിലെ സജീവ RSS പ്രവർത്തകനുമായ സരോവറാണ് അക്രമത്തിന് നേതൃത്വം നൽകിയതെന്നാണ് പ്രാഥമിക വിവരം. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അക്രമത്തിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയുടെ പ്രതിഫലനമാണ് ഈ അക്രമം. ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കേരളത്തിൽ എത്രമാത്രം അസഹിഷ്ണുത വളർന്നു വരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്.
ഇതെല്ലാം സംഘപരിവാറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു സംഭവവും പ്രോത്സാഹിപ്പിക്കപ്പെടില്ല. ശക്തമായ നടപടികൾ അതിനെതിരെ ഉണ്ടാകും. ലോക കേരള സഭ ധൂർത്താണെന്ന പ്രചരണം വസ്തുതകൾ മനസ്സിലാക്കാതെയുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചെലവുകൾ വഹിക്കുന്നത് മലയാളികളായ സംഘാടകർ തന്നെയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ലോക കേരള സഭയ്ക്ക് എതിരാണെന്ന പ്രചരണം ശരിയല്ലെന്നും വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്തതെന്നും എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പകരം ആളെ അയക്കുമെന്നാണ് കരുതുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ പ്രത്യേകമായി സർക്കാർ പൈസ ചെലവിടുന്നില്ല. ഇതിൻ്റെ സംഘാടനം, അതിൻ്റെ ആതിഥേയത്വം അവിടെയുള്ള മലയാളി കമ്മ്യൂണിറ്റിയാണ് വഹിക്കുന്നത്. പൂർണ്ണ ചെലവ് അവർ തന്നെ വഹിക്കുകയാണ്. അതിൻ്റെ പരിപാടികൾ, ഹാള് പരിപാടി, മറ്റ് കലാപരിപാടി ഒക്കെ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ ചെലവും അവരാണ് വഹിക്കുന്നത്. ആക്ഷേപിക്കാനുള്ളൊരു പ്രവണതയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ആക്ഷേപിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ആക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതാണ് നല്ലത്. പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് പറഞ്ഞ കാര്യം, അദ്ദേഹം ഈ പരിപാടിക്ക് എതിരെയല്ല, ഈ പരിപാടി നടക്കണമെന്ന അഭിപ്രായക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം ഇതിന് തൊട്ടടുത്ത ദിവസം വരുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ UAEയിൽ വരാൻ അദ്ദേഹത്തിന് വിഷമമുണ്ട്. അത് പിന്നീടാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹമായിരിക്കില്ല ചിലപ്പോൾ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് എന്നാലും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അഥവാ പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട മറ്റൊരാൾ പങ്കെടുക്കുന്ന നിലയുമുണ്ടാകും. മുന്നോക്ക സമുദായങ്ങൾക്ക് സാമ്പത്തിക സംവരണം നൽകുന്നതിന് പാർലമെന്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതിക്കെതിരെയുള്ള ഹർജികളിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്ക് ശേഷം കോടതി ഹർജി വീണ്ടും പരിഗണിക്കും. കേന്ദ്ര സർക്കാരിന്റെ മറുപടി കേട്ട് കൂടുതൽ വാദം കേൾക്കാമെന്ന് നിരീക്ഷിച്ച കോടതി ഭരണഘടനാ ഭേദഗതി അടിയന്തരമായി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. യൂത്ത് ഫോർ ഇക്വാലിറ്റിക്ക് പുറമെ ജീവൻ കുമാർ, വിപിൻ കുമാർ, ഭാരതീയ പവൻ എന്നിവർ നൽകിയ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സംവരണത്തിന് സാമ്പത്തിക പിന്നോക്കാവസ്ഥ മാനദണ്ഡമാക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് ഹർജികളിലെ പ്രധാന വാദം. ലോക കേരള സഭ രൂപവൽക്കരിച്ചതുവഴി പ്രവാസികൾക്കുള്ള നയരൂപീകരണത്തിൽ പ്രവാസി പ്രതിനിധികളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയ ആദ്യത്തെ സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു. വലതുപക്ഷ സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായ സമീപനവും കരുതലുമാണ് പ്രവാസികളുടെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസികളുടെ പെൻഷൻ തുക 2000-ൽ നിന്ന് ഉയർത്തുന്ന കാര്യം സർക്കാർ പരിഗണനയിൽ ഉണ്ടെന്നും വിജയരാഘവൻ പറഞ്ഞു. സൗദിയിൽ ഇടതുപക്ഷ ഗവൺമെന്റും പ്രവാസികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി നവോദയ സാംസ്കാരിക വേദി കിഴക്കൻ പ്രവിശ്യ ഖോബാറിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിജയരാഘവൻ. അഴീക്കോട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് MV നികേഷ് കുമാർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. KM ഷാജി ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്കാണ് ജസ്റ്റിസ് AK സിക്രിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് നോട്ടീസ് അയച്ചത്. KM ഷാജി നേരത്തെ നൽകിയ ഹർജിക്കൊപ്പം നികേഷിന്റെ ഹർജിയും കേൾക്കാമെന്ന് കോടതി ഉത്തരവിട്ടു. അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ഷാജിയുടെ വിജയം അസാധുവാക്കിയ കേരള ഹൈക്കോടതി നികേഷ് കുമാറിനെ വിജയിയായി പ്രഖ്യാപിച്ചിരുന്നില്ല. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തുവെങ്കിലും ഷാജിക്ക് നിയമസഭയിൽ ഉപാധികളോടെ പങ്കെടുക്കാൻ സുപ്രീം കോടതിയും അനുമതി നൽകിയിരുന്നു. ടെലഫോണും ഇമെയിലും ചോർത്താൻ അനുമതി നൽകുന്ന സർക്കാർ ഉത്തരവുകൾ കോടതി നിരീക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന സംഘടനയാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. 2013-ൽ UPA ഭരണകാലത്ത് 7500 ടെലിഫോണുകളും 500 ഇമെയിലുകളും ചോർത്തിയിട്ടുണ്ട് എന്നാണ് ഹർജിക്കാരുടെ ആരോപണം. വ്യക്തികളുടെ സ്വകാര്യതയിൽ കൈകടത്തുന്നതിനാൽ ജുഡീഷ്യൽ കമ്മിറ്റി നിരീക്ഷിക്കണം എന്നാണ് ഹർജിക്കാരുടെ പ്രധാന ആവശ്യം. പ്രിയങ്ക ഗാന്ധിക്കെതിരെ വിവാദ പ്രസ്താവനയുമായി BJP മന്ത്രി. സുന്ദരിയായതുകൊണ്ടാണ് പ്രിയങ്കയെ ജനറൽ സെക്രട്ടറി ആക്കിയതെന്ന് ബീഹാറിലെ BJP മന്ത്രി വിനോദ് നാരായൺ ഝാ. പ്രിയങ്കയ്ക്ക് രാഷ്ട്രീയ പരിചയം ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം BJP MPയും മേനക ഗാന്ധിയുടെ പുത്രനുമായ വരുൺ ഗാന്ധി കോൺഗ്രസ് ടിക്കറ്റിൽ ഇത്തവണ മത്സരിക്കുമെന്ന് സൂചന. പ്രിയങ്ക ഗാന്ധിക്ക് ചുമതലയുള്ള സുൽത്താൻപൂരിൽ നിന്നുള്ള MP ആയ വരുൺ ഗാന്ധിയെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നീക്കം സജീവമായി.
മറ്റൊരു വാർത്തയിലേക്ക് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ 3ാം പ്രതി റിയാസ് ഹുസൈന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കേസിലെ 4ഉം 5ഉം പ്രതികളായ ബിലാൽ സജി, അമാനി എന്നിവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. പിറവം പള്ളിത്തർക്കം സംബന്ധിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒഴിവായി. ജസ്റ്റിസുമാരായ PK അബ്ദുൾ റഹീം, TV അനിൽകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഒഴിവായത്. ഇത് 3ാം തവണയാണ് ഹൈക്കോടതി ജഡ്ജിമാർ പിറവം പള്ളി കേസ് കേൾക്കുന്നതിൽ നിന്ന് ഒഴിവാകുന്നത്. കട്ടച്ചിറ, വരിക്കോലി പള്ളിത്തർക്ക കേസുകളും ഇതേ ബെഞ്ച് തന്നെയാണ് പരിഗണിക്കേണ്ടിയിരുന്നത്. നാളെ രാജ്യം 70ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. രാജ്യമെങ്ങും കനത്ത സുരക്ഷ. ദില്ലിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമഫോസോ മുഖ്യാതിഥിയാകും. രാജ്യത്തെ പരമോന്നത ബഹുമതികളായ പത്മ പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. 50,000-ഓളം നാമനിർദ്ദേശങ്ങളാണ് ഇത്തവണ കേന്ദ്ര സർക്കാരിന് ലഭിച്ചത്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ച് റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് രാജ്യം കടക്കും. പത്മ പുരസ്കാരങ്ങൾക്കായി 50,000 നാമനിർദ്ദേശങ്ങളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചത്. ഇത് സർവകാല റെക്കോർഡാണ്. അതേസമയം പൊതുജനങ്ങൾ നേരിട്ട് നിർദ്ദേശിച്ചത് 1313 പേരെ മാത്രം. 2018-ൽ 84 പേർക്ക് പത്മ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു. ഇത്തവണ 80-ലേറെ പേർക്ക് പുരസ്കാരം ലഭിക്കുമെന്നാണ് സൂചന. വൈകുന്നേരം 7 മണിക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. നാളെ രാവിലെയാണ് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ്. രാഷ്ട്രപതി ഭവനിൽ നിന്നും ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന രാജവീതിയിലൂടെ ഇന്ത്യയുടെ പ്രൗഢഗംഭീരമായ പരേഡ് നടക്കും. സാംസ്കാരിക വൈവിധ്യവും സാമൂഹ്യ ഉന്നമനവും വ്യക്തമാക്കുന്ന 22 ടാബ്ലോകൾ പ്രദർശിപ്പിക്കും. കേരളത്തിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനം വ്യക്തമാക്കുന്ന ടാബ്ലോയാണ് വ്യോമസേന ഒരുക്കിയിരിക്കുന്നത്. സൈന്യത്തിന്റെ ശക്തി പ്രദർശിപ്പിക്കുന്ന പരേഡിൽ പുതിയ ആയുധങ്ങളും ഇന്ത്യ അണിനിരത്തുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമഫോസയാണ് മുഖ്യാതിഥി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ക്ഷണിച്ചിരുന്നെങ്കിലും ഔദ്യോഗിക തിരക്ക് കാരണം അദ്ദേഹം എത്തില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി രാജ്യമെങ്ങും കനത്ത സുരക്ഷയാണ്. ദില്ലിയിൽ വിവിധ ഭാഗങ്ങളിൽ ദ്രുതകർമ്മ സേനയെ വിന്യസിച്ചു. മെട്രോ, റെയിൽ, വ്യോമ ഗതാഗതങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കുടിയിരുത്തിയ ശില്പിയുടെ കരസ്പർശമേറ്റ് വിഖ്യാത ശില്പം മലമ്പുഴ യക്ഷി. ഏറെ കാലത്തിന് ശേഷമാണ് മലമ്പുഴ യക്ഷിയുടെയും ശില്പി കാനായി കുഞ്ഞിരാമന്റെയും സമാഗമം. ശില്പത്തിന്റെ നവീകരണത്തിനായി കാനായി കുഞ്ഞിരാമൻ മലമ്പുഴയിലെത്തി. 1968-69 കാലഘട്ടത്തിൽ നിർമ്മിച്ച ശേഷം ആദ്യമായാണ് ശില്പം നവീകരിക്കുന്നത്. അരനൂറ്റാണ്ടു മുമ്പ് നിലാവുള്ള രാത്രിയിൽ ഉറക്കമില്ലാതെ കിടന്ന കാനായിയുടെ സ്വപ്നങ്ങളിലേക്ക് മലനിരകൾക്കിടയിലൂടെ കരിമ്പനക്കാറ്റിനൊപ്പം ഇറങ്ങി വന്നതാണ്. അന്ന് കുടിയിരുത്തിയതാണ് മലമ്പുഴ ഡാമിന്റെ ഉദ്യാനത്തിനരികിൽ ഇങ്ങനെ. സഹ്യനിലേക്ക് കണ്ണം നട്ടിരിക്കുന്ന യക്ഷിക്ക് മുന്നിലേക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് കാനായി എത്തിയത്. എതിർപ്പുകളെയെല്ലാം മറികടന്ന് സ്ത്രീ വിമോചനത്തിന്റെ പ്രതീകമായ ശില്പമൊരുക്കിയതിന്റെ ഓർമ്മകളാണ് മനസ്സ് മുഴുവൻ. വലിയ കൺഫ്യൂഷനായിരുന്നു. 2 മാസം ഒന്നും ചെയ്യാതെ ഒരുപാട് സ്കെച്ചസ് മോഡലൊക്കെ ഉണ്ടാക്കി. അവസാനമാണ് ഇതുപോലത്തെ ഒരു നഗ്ന ശില്പം ചെയ്യുന്നത്. കാരണം എന്തറിയോ, മലകൾ, കിഴക്ക് മലകൾ നഗ്ന മലകളാണ്. പ്രകൃതി നഗ്നയാണ്, ആകാശം നഗ്ന, എല്ലാം നഗ്നമാണ്. അപ്പം പ്രകൃതിയുടെ ഒരു പ്രതിരൂപം ഉണ്ടാക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ്. അങ്ങനെയാണ് യക്ഷിയെ. ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് എതിർപ്പ്. കാരണം എന്നെ അടിച്ചിട്ടുണ്ട്, പറഞ്ഞ വിശ്വസിക്കുക. പരസ്യം രാത്രി ഒരു 10 മണിക്ക് അടിച്ചിട്ടുണ്ട്. നാട് വിട്ടു പറഞ്ഞു. ഞങ്ങൾ എൻ്റെ ശവം ഇവിടെ വീഴുന്നു. അങ്ങനെ പറഞ്ഞു, ഒന്നുക്കല്ല എൻ്റെ ശവം, എൻ്റെ യക്ഷി അങ്ങനെയാണ്. അപ്പോൾ ഇത് ശില്പം തന്നെ ഒരു സ്ത്രീ വിമോചനത്തിൻ്റെയാണ്. കാരണം പുരുഷൻ ഇങ്ങനെ ഇരിക്കാം, ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഇരുന്നൂടാ. എന്താ ആരാ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പാടില്ലെന്ന്? പുരുഷൻ ചെയ്യാൻ പോകുന്നതല്ല, എല്ലാം സ്ത്രീക്കും ചെയ്യാം. വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ ലാളനയോടെ പ്രിയ ശില്പത്തിന്റെ മോടി കൂട്ടുകയാണ് ലക്ഷ്യം. വർഷങ്ങൾക്കിടെ നിരവധി തവണ മലമ്പുഴ ഉദ്യാനം നവീകരിച്ചിരുന്നു. എങ്കിലും സുന്ദരിയായ യക്ഷി മാത്രം ശില്പിയുടെ സാമീപ്യത്തിനായി കാത്തിരുന്നു. നവീകരണത്തിന് ശേഷം ശില്പത്തിൽ വെങ്കലം പൊതിയണമെന്ന ആഗ്രഹം മനസ്സിലുണ്ട്. സർക്കാർ ഇക്കാര്യം പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ. കാസർഗോഡ് ചെറുവത്തൂരിലെ ജന്മനാട്ടിൽ ശില്പങ്ങളുടെ ഉദ്യാനം തീർക്കണമെന്ന വർഷങ്ങളായുള്ള ആഗ്രഹം മനസ്സിലിപ്പോഴും താലോലിക്കുകയാണ് കാനായി. അതായത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം, എനിക്ക് നാട്ടിൽ ഒരു 5-6 ഏക്കർ സ്ഥലമുണ്ട്, നല്ല സ്ഥലത്താണ്. ആ സ്ഥലത്തെ ഒരു കൾച്ചറൽ സെൻ്ററാക്കി മാറ്റണം, ഒരു ശില്പ ഗ്രാമമാക്കിയിട്ട് മാറ്റുന്ന ഒരു ആഗ്രഹമുണ്ട്. അത് വയസ്സായിട്ട് ഇപ്പോഴും എനിക്ക് എൻ്റെ സ്വപ്നം അതാണ്.
കുറേ ശില്പങ്ങളും ഒരുപാട് ഞാൻ കവിത എഴുതാറുണ്ട്, ചുരുക്കി ലേഖനങ്ങൾ എഴുതാൻ ഒരുപാടുണ്ട്. അതെല്ലാം കൂടിയിട്ട് എനിക്കൊരു ചെറിയ എൻ്റെതായിട്ടൊരു സ്ഥലമാകണമെന്നൊരു ആഗ്രഹമുണ്ട്. 80 വയസ്സ് പിന്നിടുമ്പോൾ മലമ്പുഴ യക്ഷിയും സാഗരകന്യകയുമെല്ലാം ഒരുക്കുമ്പോൾ അനുഭവിച്ച പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാമായി ശില്പകലയിലെ കുലപതിക്ക് ഏറെ പറയാനുണ്ട്. എഴുതിക്കൊണ്ടിരിക്കുന്ന ഓർമ്മക്കുറിപ്പുകളിൽ എല്ലാം ഉണ്ടാകുമെന്ന് യക്ഷിയോടൊപ്പം ചേർന്ന് നിന്ന കാനായിയുടെ ഉറപ്പ്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ.